भाई 2 ജ്യൂസ്. 2 ജ്യൂസ്. हाँ ठीक है. എവിടേക്കാ പോണേ? കാർവാറിന് ടിക്കറ്റ്. നാളെ ഇനി ട്രെയിൻ ഓടി തുടങ്ങിയാലും കാർവാറിലേക്ക് പോകില്ല. തിരിച്ചു മംഗലാപുരം പോയിട്ട് വേറെ റൂട്ടാ. ഞാൻ ഇപ്പോൾ റെയിൽവേ ഹെൽപ്പ് ലൈനിൽ വിളിച്ചായിരുന്നു. 1 ജ്യൂസ്. हाँ हाँ. एक कारवार जाएगा कैसा बाय रोड? कार बस तो नहीं मिलने वाला है यहाँ से. आपको लोरी मिलेगा यहाँ से. लोरी पकड़ के एक 20 किलोमीटर जाएगा तो वहाँ एक छोटा सा टाउन आएगा. वहाँ से और एक गाड़ी पकड़ के और 20 किलोमीटर जाएगा तो कारवार हाईवे आएगा. ഇനിയിപ്പോൾ ഇവിടെ കുത്തിയിരിക്കണ നമുക്ക് ബൈ ലോറി വിട്ടാലോ? दुनिया में कोई हो, दुनिया में कोई हो, दिल मेरा ले जाए कहीं कहीं रे, तन मेरा ले. മാരീഡ് ആണോ? ലവ് മാരേജ്? ഞാനും അതെ. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, മാർക്കസിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഏതാണ്ട് അതുപോലൊരു പ്രണയം. യുദ്ധസന്നദ്ധനായി ഞാൻ അവളുടെ മുമ്പിൽ നിൽക്കുമ്പോഴൊക്കെ അവൾ എന്നെ ഫ്ലോറന്റീന എന്ന് വിളിച്ച് കളിയാക്കും. ഞാൻ അവളെ ഫെർമിന എന്ന്. ആസാമിലെ ഒരു ഓർഫനേജിൽ മലയാളിയായ പള്ളി വികാരിയുടെ വളർത്തുമകൻ ഞാൻ. അവിടെ ആഴ്ച കുർബാനയ്ക്ക് റെയിൽവേ കോൺട്രാക്ടറായ അച്ഛനൊപ്പം എത്തുന്ന 10 വയസ്സുകാരി അവൾ. ഒട്ടും സങ്കോചമില്ലാതെ കണ്ടപാടെ ഞാൻ അവളെ കയറി പ്രണയിച്ചു. എൻ്റെ പ്രണയം ഞാൻ അവളോട് പല രൂപത്തിൽ പറഞ്ഞെങ്കിലും അവൾ കേട്ട ഭാവം വെച്ചില്ല. 10ലെ ആനുവൽ എക്സാം കഴിഞ്ഞതും കോൺട്രാക്ടറും കുടുംബവും ആസാം ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി. പള്ളിമുറ്റത്ത് നിന്ന് അതിർത്തി കടന്നു പോകുന്ന ആ തീവണ്ടിയെ ഞാൻ കണ്ണീരോടെ നോക്കി. പിന്നെ ചിത്രകലാപഠനം, പല നഗരങ്ങളിലെ ജീവിതം. ഒടുവിൽ 40-ാം വയസ്സിൽ UAE-യിലെത്തി. ഒരു പരസ്യ കമ്പനിയിൽ ക്രിയേറ്റീവ് ഡയറക്ടറായി ജോലിക്ക് കയറി. എൻ്റെ സ്വന്തം ഫെർമീനയെ വീണ്ടും കാണാനെന്ന പോലെ. Anna. Yes. Anna. That's my husband. Hey, Anna. Come. പിന്നെയും 1-2 സ്ഥലങ്ങളിൽ വെച്ച് അന്നയെ ഞാൻ കണ്ടു. കാറിൽ ജോർജ് മുന്നിലും അന്ന പിന്നിലുമായിരുന്നു. അപ്പോഴും എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ലല്ലോ ദൈവം. അവിടെ വെച്ചാണ് ജോസഫ് സാറിനെ, അന്നയുടെ അപ്പനെ, ഞാൻ വീണ്ടും കാണുന്നത്. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ അങ്കിളിൻ്റെ ബെസ്റ്റ് കമ്പനിയായി. നേരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്കിളിൻ്റെ വീട്ടിൽ പോകും. അന്നയെ കാണാമല്ലോ. മോളെ കാലത്ത് പോയാ പോരെ? ഇല്ല, ഞാൻ ഇറങ്ങാണ്. ജോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നനച്ചിരിക്കാതെ അത് സംഭവിച്ചു. എൻ്റെ കണ്ണേറ് കിട്ടിയതുപോലെ അന്നേക്ക് 3-ാം മാസം ഒരു കാർ ആക്സിഡന്റിൽ ജോർജ് മരിച്ചു. അന്ന അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
വെറുതെ അല്ല അവളെന്നും പിന്നെ തന്നെ ഇരുന്നത്. Still I love you. ഫ്ലോറന്റൈനയുടെ ആത്മാവ് നങ്കൂരമിട്ടതുപോലെ എൻ്റെ മനസ്സാകെ കൈവിട്ടു അനിയ. അവളെ കാണാൻ മാത്രമുള്ളതായി പിന്നെ ദുനിയാവിലെ എൻ്റെ രാപ്പകലുകൾ. Acting on an object is called force. A push or a pull on an acting object is called force. Miss Anna Joseph, please report at principal's room immediately. Okay, I'll be right back. സോ ഈ ആനിമേഷൻ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ സ്കൂളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കും. കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും. അത് കുട്ടികളിൽ കൂടുതൽ കൗതുകം വളർത്തും. അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അധ്യാപകർ കാർട്ടൂൺ കഥാപാത്രങ്ങളായി മാറുന്നു. ഇറ്റ്സ് സോ ഫണി അല്ലേ? അയ്യോ, no sir. Come on, you can. Sir, I can't. ഹലോ, ആ നാളെ ജോർജിന്റെ ഓർമ്മ ദിവസമാണ്. 2ാം ചരമവാർഷികം. ആ പ്ലീസ് കം. ആ ഓക്കെ. ആ Talk to my father. റിയലി?